നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ വേട്ടയ്ക്ക് ഇറങ്ങിയത് രണ്ട് സ്റ്റോക്കിലാണ്. ഒന്ന് വേദാന്ത, അതാണ് ഈ കാണുന്നത്. നമ്മൾ ഷോർട്ട് എൻട്രി എടുത്തത്, നമുക്ക് ടാർഗറ്റ് അടിച്ചു. അതിനുശേഷം ഉള്ളത് ബജാജ് ഫിനാൻസ്, അത് ലോങ് എൻട്രി ആയിരുന്നു. അപ്പം നമുക്ക് വേദാന്തയിൽ എൻട്രി ആദ്യം നോക്കാം. വേദാന്തയിൽ എന്ന് പറയുമ്പോൾ 2024 ഡിസംബർ 17-18 ആ സമയത്ത് ഉണ്ടാക്കിയ ഒരു റെസിസ്റ്റൻസ് ആണിത്. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇതിനകത്ത് എടുക്കുമ്പോൾ അങ്ങ് ബാക്കിലല്ലേ, അതുകൊണ്ട് എടുക്കുന്നില്ല. അപ്പം അന്നുണ്ടാക്കിയ റെസിസ്റ്റൻസ് ആണിത്, ഈ ലൈൻ. അത് ഇന്ന് 9:45 ക്യാൻഡിൽ നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ വന്ന് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം അടുത്ത ഈ ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് കുറച്ച് മുമ്പ് വരെയൊക്കെ അത്യാവശ്യം നല്ല ഗ്രീൻ ക്യാൻഡിൽ നല്ല രീതിയിൽ നിന്ന്, അതിനുശേഷം ചെറിയ റെഡ് ക്യാൻഡിൽ, അത് ഷൂട്ടിംഗ് സ്റ്റാർ ആയിട്ട് മാറി. അതിനുശേഷം ചെറിയ റെഡ് ക്യാൻഡിൽ വന്നു. അതുകൊണ്ട് ഈ ക്യാൻഡിലൊക്കെ ഇതൊക്കെ പറന്നു പോയ ക്യാൻഡില, നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നല്ല ഗ്രീൻ ക്യാൻഡിൽ മേളിൽ പോയതായത്. എന്നിട്ടാണ് ഇത് താഴെ വന്നത്. ഇപ്പം നമുക്ക് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും, വേദന നല്ല സ്ട്രോങ് അപ് ട്രെൻഡ്. ഈ പറയുന്ന പോലെ ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷനൊക്കെ വെച്ച്, ഈ ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ പറയുന്ന തന്നെ നാട്ടുകാരെ പറ്റിയുള്ള പരിപാടി, അതൊക്കെ പോട്ടെ, അതൊക്കെ ഇവിടെ. അപ്പം ആ ഫോർമേഷനൊക്കെ വെച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടാണ് ഇന്ന് വന്ന് ഈ റെസിസ്റ്റൻസ് ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്യുന്ന ഇടയ്ക്ക് കാണിച്ചത്. അപ്പം ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് തിരിച്ച് ഷൂട്ടിംഗ് സ്റ്റാർ ആയപ്പോൾ തന്നെ ഞാൻ എൻട്രി ആക്കി ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം തൊട്ട് മുകളിൽ ഈ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ കാണുന്നത് അതിന് തൊട്ട് ആദ്യ ദിവസം തന്നെയുള്ള റെസിസ്റ്റൻസാണ്. അപ്പം ഇതും കൂടെ ഇനിയും ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്തു. അപ്പം ഈ ക്യാൻഡിൽ വന്നു. അതിനുശേഷം ഇത് ഭയങ്കര ഒരു ക്യാൻഡിൽ ഇവിടെ വന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇത് ബ്രേക്ക് ചെയ്തിട്ട് എന്തോ നടക്കുന്നത് നോക്കാമെന്ന് കരുതി. അപ്പം അത് എന്ത് ചെയ്തു, അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ താഴോട്ടേക്ക് പോകും. അപ്പോൾ ഇത് താപ്പോട്ട് പോരുന്ന വഴിക്കാണ് ഞാൻ അവിടെ ഒരു എൻട്രി എടുത്തത്. സാധാരണ നമ്മൾ എൻട്രി എടുത്ത് കഴിയുമ്പോൾ ഈ ഡന്നിൻ്റെ ചാർട്ടിനകത്ത് അവിടെ ആ ക്യാൻഡിൽ ഒരു ആരോ മാർക്ക് കാണിക്കുന്നില്ല. അതാണ് നമുക്ക് ഓർഡർ ബുക്കിനകത്ത് എന്തായാലും നോക്കാം. ഓർഡേഴ്സ്, ഇത് നമ്മുടെ വേദാന്തയിലെ എൻട്രിയാണ്. അത് കഴിഞ്ഞിട്ട് ഉള്ള ബജാജ് ഫിനാൻസിലെ എൻട്രിയാണ് ഇത്. അപ്പം അത് കണ്ടല്ലോ, അപ്പം നമ്മൾ ഓർഡർ എടുത്ത കണ്ടു. അങ്ങനെ ഇത് ബ്രേക്ക് ചെയ്ത്, അതായത് ബയേഴ്സിനൊക്കെ ഇത് മേലോട്ട് തന്നെ പോവാണ് എന്നൊരു തോട്ട് പ്രോസസ്സിലേക്ക് അവരെ എത്തിച്ചിട്ട് അവരെയൊക്കെ എൻട്രി അവിടെ, ബയേഴ്സിന് എൻട്രി അവിടെ ആക്ടിവേറ്റ് ആയിട്ട് ഇത് താപ്പോട്ട് വരുന്ന കണ്ടപ്പോൾ തന്നെ ഈ ക്യാൻഡിൽ ചേട്ടാ നമ്മൾ ആരോഗ്യം ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ, ഇതാണ് നമ്മൾ എൻട്രി ചെയ്ത ക്യാൻഡിൽ. ഇത് താപ്പോട്ട് വന്ന് ഇങ്ങനെ ഇവിടെ ഇത്രയും വരെ പോയിട്ട് തിരിച്ച് താപ്പോട്ട് വന്നപ്പോൾ തന്നെ ഈ എൻട്രി ക്യാൻഡിൽ ചാടി കയറിയ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ എൻട്രി ആക്ടിവേറ്റ് ആയത്. അത് അവിടെ നിന്ന് വന്ന് ഇതായിരുന്നു, ഈ സ്വിങ് ആയിരുന്നു നമ്മുടെ ഒരു പോസിബിൾ, ബയേഴ്സ് എൻട്രി ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു ഏരിയ അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ടാർഗറ്റ് അതായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് നല്ല രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് ഉച്ച കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ഫാൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയേണ്ട കാര്യമില്ല, നമ്മുടെ ടാർഗറ്റിൽ നമ്മൾ ബുക്ക് ചെയ്ത് മാറി. അതിനുശേഷം ബജാജ് ഫിനാൻസ് നോക്കുമ്പോൾ ഒരു ലോങ് എൻട്രി, ഈ SL ഹണ്ടിങ്ങിന് ഞാൻ ലോങ് എൻട്രി അത്രയ്ക്ക് അങ്ങോട്ട് പ്രിഫർ ചെയ്യാറില്ല. പിന്നെ ഈ സമയത്ത് നിന്ന് നിഫ്റ്റിയും ഒരു എന്താ ഒരു അത്ര ഒരു ഫാള് വന്നിട്ട് ഒരു സപ്പോർട്ടൊക്കെ എടുത്ത് കയറുന്ന കണ്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തത്. ഇതും നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നിന്നുള്ളൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു. ആ സപ്പോർട്ട് ഏരിയ വന്ന് ബ്രേക്ക് ചെയ്ത് തിരിച്ച് അകത്തോട്ട് കയറി ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഒരു എൻട്രി എടുത്തു. ഞാൻ ലിമിറ്റ് ഓർഡർ നമ്മുടെ ഈ പ്രൈസിലായിട്ട് 1068-85 ആ റേഞ്ചിലായിട്ടൊക്കെ ഞാൻ ലിമിറ്റ് ഓർഡർ ഇട്ടു. അത് വന്ന് അടിച്ചു. അതിനുശേഷം തിരിച്ച് മുകളിലോട്ട് കയറി ഇവിടെയൊക്കെ ഈ ക്യാൻഡിലൊക്കെ കണ്ടോ, ഈ ക്യാൻഡിലൊക്കെ ഷൂട്ടിംഗ് സ്റ്റാർ ആയിട്ട് ഇങ്ങനെ വല്ലാണ്ട് മുകളിലോട്ട് സ്ട്രഗിൾ ചെയ്യുന്നപ്പോഴത്തേക്ക് ഞാൻ SL ട്രെയിൽ ചെയ്ത് ഇതിൻ്റെ ഇടയിലോട്ട് ഈ ഒരു ഏരിയയിലോട്ട് അങ്ങ് വെച്ച് അത് വന്ന് ഹിറ്റായി. അതിനുശേഷം താഴെ വന്ന് പിന്നെ കയറിപ്പോയി. നമ്മുടെ ടാർഗറ്റ് നമ്മൾ മാർക്ക് ചെയ്തത് ഇതായിരുന്നു, ഈ സ്വിങ്ങിൻ്റെ ലോ. അത് തിരിച്ച് സെല്ലേഴ്സ് വരാൻ സാധ്യത ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ച ഒരു ഏരിയ ഇവിടെ ആയിരുന്നു. അത് തിരിച്ച് വീണ്ടും താപ്പോട്ട് ഇറങ്ങി നമ്മുടെ SL ഏരിയയുടെ താഴെ വന്നിട്ട് തിരിച്ച് വീണ്ടും ഭയങ്കര ഒരു മൂവ്മെന്റ് അങ്ങോട്ട് കയറി. അപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെന്റ് വരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഇവിടുന്ന് ട്രെയിൽ ചെയ്ത് വെച്ചത്. എന്തായാലും ആദ്യത്തെ ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നു. രണ്ടാമത്തെ ട്രേഡ് നമ്മൾ എന്തായാലും ലോസ് കൊടുക്കേണ്ട കാര്യമില്ല, പോകാമെങ്കിൽ പോട്ടെ, നമ്മുടെ ടാർഗറ്റ് അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതടിച്ചില്ല. ഇതിൽ നമുക്ക് ഓർഡർ ബുക്ക് ഉണ്ട്, ബജാജ് ഫിനാൻസിന്റെ ഇതുണ്ട്. 250 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ബജാജ് ഫിനാൻസ് ലോങ് പോയത്. ഓക്കെ, വേണ്ട, ഈ ക്യാൻഡിലാണ് നമ്മുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്തത്. ഇതിലാണ് നമ്മൾ ട്രെയിലിംഗ് SL അടിച്ചത്. ഈ ക്യാൻഡിലാണ് നമ്മുടെ, അതായത് ഈ ക്യാൻഡിലാണ്, ഇതിലാണ് നമ്മുടെ എൻട്രി എക്സിക്യൂട്ട് ആയത്. പിന്നെ നമുക്കത് ഓർഡർ ഫ്ലോ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. വേദൽ കണ്ടോ, ഇവിടെ ഒരു വലിയ ബയ്യേഴ്സിന്റെ അത്യാവശ്യം കുഴപ്പമില്ലാതെന്നേ ഉള്ളൂ, അത്യാവശ്യം ബയ്യേഴ്സിന്റെ ആക്ടിവിറ്റി ഉണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് 1 ലക്ഷം, അതായത് ഇവിടെ ഒരു 1 ലക്ഷം ബയ്യേഴ്സ് വന്നിട്ടുണ്ട്. 1 ലക്ഷം ക്വാണ്ടിറ്റി എക്സ്ട്രാ അവർ ബൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ആ 1 ലക്ഷം ക്വാണ്ടിറ്റി എക്സ്ട്രാ സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോടെ അതങ്ങ് ക്യാൻസലായി. പിന്നെ ഇവിടെ നമുക്ക് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ വരുന്നുണ്ടായാലും
എന്താ ഇത് കണ്ടോ, ഇവിടെ കണ്ടോ വലിയൊരു ക്യാൻഡിൽ, അതായത് മറ്റേ നമ്മുടെ ആ എൻട്രി എടുത്ത ക്യാൻഡിലായത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20,000 സംതിങ് പോസിറ്റീവ് ഡെൽറ്റ ഉണ്ടായിട്ട് പോകലും അവർക്കത് ഗ്രീനായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതായത് ആ ആദ്യം ഉണ്ടായിരുന്ന മൂവ്മെന്റ് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് അവരുടെ വീക്ക്നെസ് ആണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഇത് എനിക്ക് റെഡ് ആയിട്ട് ക്ലോസ് ചെയ്യുന്ന മുമ്പ് ഞാൻ ചാടി കയറി. അവിടെ നിന്ന് ഈ സെല്ലേഴ്സ് നല്ല ഓർഡർ ഇവിടെ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ. അത് നമുക്ക് ഡേറ്റ ഇതിനകത്ത് കാണാൻ പറ്റുമല്ലോ. അങ്ങനെ കണ്ടപ്പോൾ തന്നെ ഞാൻ ചാടി കയറി, ആ ക്യാൻഡിൽ താപ്പോട്ട് വരുന്ന കണ്ടപ്പോൾ തന്നെ. അതിനുശേഷം ഇവിടെയൊക്കെ ചെറിയ ബയ്യേഴ്സിൻ്റെ ഒക്കെ ഇതുണ്ടല്ലോ, സ്ട്രോങ് അല്ല. നമുക്ക് ഇതൊക്കെ കണ്ടറിയാം 30,000, 18,000, 19,000 ഒക്കെ ഉള്ളൂ. തിരിച്ച് അതേപോലെ സെല്ലേഴ്സ് ഉണ്ട് 15, 6,000. അതുകൊണ്ട് ഇവിടെ കണ്ടോ 60,000 സെല്ലേഴ്സ്. ഇവിടെ കണ്ടോ നമ്മൾ ടാർഗറ്റ് ഈ ഒരു ഭാഗത്ത് അടിച്ച് 2 സെല്ലേഴ്സ് ഉണ്ടായിരുന്നു കണ്ടോ, 2,24,000. അപ്പോൾ രാവിലെ ബൈ ചെയ്ത ആൾക്കാർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇവരെല്ലാം SL നമ്മൾ ഹണ്ട് ചെയ്യുക ചെയ്തത്. അതിനുശേഷം ബജാജ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ക്യാൻഡിലാണോ, ഈ ക്യാൻഡിലൊക്കെ റെഡ് ക്യാൻഡിൽ താപ്പോട്ട് വരികയാണ്. പക്ഷേ ഇതിനകത്തൊക്കെ 11,000 ഒക്കെ ഡെൽറ്റ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടോ 10,000 നെഗറ്റീവ് ഡെൽറ്റ ആണ്. എന്നിട്ട് അവർക്ക് ക്യാൻഡിൽ റെഡ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. അത് അവരുടെ വീക്ക്നെസ് ആണ്. അതിനുശേഷം കണ്ടോ 16,000 നെഗറ്റീവ് ഡെൽറ്റ, എന്നിട്ട് നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് വന്നേക്കുന്നത്. അപ്പം ഇതിനകത്തൊക്കെയുള്ള സെല്ലേഴ്സ് ഇവിടെ ട്രാപ്പാവും, നമുക്കറിയായിരുന്നു. അപ്പം അതിനുശേഷം നല്ലൊരു ക്യാൻഡിൽ വന്നു. ഈ ക്യാൻഡിൽ വന്നപ്പോൾ 50,000 പോസിറ്റീവ് ഡെൽറ്റ ബയ്യേഴ്സ് വന്നു എന്നുള്ള ഉറപ്പ് വന്നപ്പോൾ തന്നെ നമ്മളിവിടെ ലിമിറ്റ് ഓർഡർ ഇട്ടു. അതിട്ടിട്ട് പിന്നെ കയറുന്ന സമയത്തുണ്ടോ പോസിറ്റീവ് ഡെൽറ്റ വരുന്നുണ്ട്. അതായത് 15,000, 42,000, 1,41,000 ഒക്കെ പോസിറ്റീവ് ഡെൽറ്റ വരുന്നുണ്ടെങ്കിൽ പോലും അങ്ങോട്ട് അതിനനുസരിച്ച് ഒരു മൂവ്മെന്റ് വരുന്നില്ല. ആ മൂവ്മെന്റ് വരാത്തതുകൊണ്ടാണ് പിന്നെ ഇവിടെ കണ്ടല്ലോ 28,000 പോസിറ്റീവ് ഡെൽറ്റ ഒക്കെ ഇവിടെ ഉണ്ട്, 45,000 ഡെൽറ്റ. പക്ഷെ ഇവർക്ക് ക്യാൻഡിൽ നല്ല സ്ട്രോങ് ആയിട്ടോ ഒന്നും അങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്തൊക്കെ ലഞ്ച് കഴിക്കാൻ പോകുന്ന സമയമായി. ഇവിടെ നല്ല മഴയുണ്ട്. അപ്പോൾ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓർഡർ ഫ്ലോ ഡേറ്റ എടുത്തില്ല, സിസ്റ്റത്തിലല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ഉള്ള ഇതുള്ളതുകൊണ്ടും ലോങ് റൈഡ് അങ്ങനെ നമ്മളങ്ങനെ SL ഹണ്ടിങ്ങിന് അങ്ങനെ ഒരുപാട് അങ്ങ് പ്രിഫർ ചെയ്യാറില്ല. അതുകൊണ്ടുകൂടെയൊക്കെ ഞാൻ നമ്മുടെ SL അങ്ങ് ട്രെയിൽ ചെയ്ത് വെച്ചു. അടിക്കുവാണെങ്കിൽ അടിച്ചു പോട്ടെ, നേരെ കയറി പോവാണെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ SL അവിടെ ട്രെയിലിംഗ് SL ഹിറ്റായി, നമ്മൾ എക്സിറ്റായി, പ്രോഫിറ്റിൽ എക്സിറ്റായി മാറി. ഒരു 1:1 അടുപ്പിച്ച് 0.85 അടുപ്പിച്ച് നമ്മുടെ ട്രെയിലിംഗ് SL ഹിറ്റായി. താപ്പോട്ട് വീണ്ടും മാർക്കറ്റ് വന്നു. അതിനുശേഷം നല്ലൊരു കണ്ടു ഈ ക്യാൻഡിലൊക്കെ കണ്ടോ. നമ്മൾ ടാർഗറ്റ് അവിടെ എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത്രയും വലിയ ഇപ്പം ഇങ്ങനെ ട്രേഡ് നമുക്ക് ഇവിടെ SL വരുന്നവരൊന്നും ഇത്രയൊന്നും നമുക്ക് ഹോൾഡ് ചെയ്യത്തില്ല. നമ്മൾ SL ചെറുത്, നമ്മൾ അങ്ങോട്ട് താപ്പോട്ട് വന്നാൽ നമ്മൾ ബുക്ക് ചെയ്തങ്ങ് മാറണം. അല്ലെങ്കിൽ നമ്മൾ SL ട്രെയിൽ ചെയ്ത് പ്രോഫിറ്റിൽ ഇറങ്ങി മാറണം. ഞാനതാ പ്രിഫർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ലോങ് എൻട്രി സെല്ലേഴ്സിന്റെ SL അടുപ്പിക്കുന്നത്. പക്ഷെ ബയ്യേഴ്സിന്റെ SL അടുപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ്. അത് കണ്ടോ ഇതുപോലൊക്കെ അത്യാവശ്യം കൊള്ളാതെ എൻട്രി കിട്ടി കഴിഞ്ഞാൽ പടപ്പട്ടേന്ന് അടിച്ച് താപ്പോട്ട് വരും. അപ്പം ഇത്രയേ ഉള്ളൂ എൻട്രി. ഓർഡർ ബുക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു. എൻട്രി എടുത്തതിൻ്റെ ഒക്കെ റീസൺ 2 എൻട്രി പറഞ്ഞു. ഒന്ന് ലോങ് എൻട്രി, ഒന്ന് ഷോർട്ട് എൻട്രി. അപ്പോൾ എല്ലാം കണ്ടു. ഓക്കെ ആയല്ലോ. അപ്പോൾ ഈ എൻട്രിയുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ബൈ ഗൈസ്.